കേരളത്തിലെ ഏറ്റവും രഹസ്യമായ ഉത്സവങ്ങളിൽ ഒന്നാണ് കൊടുങ്ങല്ലൂർ ഭരണി. ഓരോ വർഷവും ആയിരക്കണക്കിന് ഭക്തർ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ എത്തി ആവേശത്തോടെയും ഭക്തിയോടെയും ഒരു വിചിത്രമായ ആചാരം നടത്തുന്നു. അതിനെ പറയുന്നു കാവ് തീണ്ടൽ. എന്തുകൊണ്ടാണ് ഈ ആചാരം നടക്കുന്നത്? ഇതിന് പിന്നിലെ പുരാണ കഥ എന്താണ്? ഇത് മനസ്സിലാക്കാൻ നമ്മൾ ആദ്യം കേൾക്കേണ്ടത് ഒരു അസുരൻ്റെ കഥയാണ്, ദാരികാസുരൻ്റെ കഥ. പുരാണങ്ങളിൽ പറയുന്നത് പോലെ ദാരികൻ എന്ന അസുരൻ വളരെ ശക്തനും ബുദ്ധിമാനും ആയിരുന്നു. അവൻ അമരത്വം നേടാൻ കഠിനമായ തപസ് തുടങ്ങി. വർഷങ്ങളോളം നീണ്ട അവൻ്റെ തപസ് കണ്ട് അവൻ്റെ മുന്നിൽ ശിവഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ശിവൻ അവനോട് ചോദിച്ചു, എന്താണ് നിനക്ക് വേണ്ടത്? ദാരികാസുരൻ ചോദിച്ച വരം വളരെ അപകടകരമായിരുന്നു. ദേവന്മാർക്കും മനുഷ്യന്മാർക്കും എന്നെ കൊല്ലാൻ കഴിയരുത് എന്നായിരുന്നു അവൻ്റെ അഭ്യർത്ഥന. ശിവൻ ആ വരം നൽകി. പക്ഷേ അതോടെ ദാരികാസുരൻ്റെ അഹങ്കാരം അവസാനമില്ലാത്തതാകുകയായിരുന്നു. വരം കിട്ടിയതോടെ ദാരികാസുരൻ തൻ്റെ ശക്തി ദുഷ്പ്രയോഗം ചെയ്യാൻ തുടങ്ങി. ദേവന്മാരെയും മുനിമാരെയും യജ്ഞങ്ങളെയും അവൻ നശിപ്പിച്ചു. ഭൂമിയിലും സ്വർഗത്തിലും അവൻ്റെ ഭീതി പടർന്നു. ഒടുവിൽ ദേവതമാർ രക്ഷ തേടി ശിവന്റെ അടുക്കൽ ചെന്നു. ദാരികാസുരനെ സംഹരിക്കാൻ ഒരു അതിശക്തിയായ ദേവി ആവശ്യമായിരുന്നു. അപ്പോൾ ശിവഭഗവാൻ തൻ്റെ മൂന്നാം കണ്ണിലെ അഗ്നിയിൽ നിന്ന് ഒരു ശക്തിയെ സൃഷ്ടിച്ചു. അവളായിരുന്നു ഭദ്രകാളി. അവളുടെ രൂപം ഭീകരവും ശക്തിയേറിയതുമായിരുന്നു. അവൾക്കൊരു ലക്ഷ്യം മാത്രം, ദാരികാസുരനെ സംഹരിക്കണം. ഭദ്രകാളിയും ദാരികാസുരനും തമ്മിൽ ഒരു ഭീകരയുദ്ധം നടന്നു. ആകാശം മുഴുവൻ അഗ്നിയായി നിറഞ്ഞു. ഭൂമി നടുങ്ങി. ഒടുവിൽ ഭദ്രകാളി തൻ്റെ ശക്തിയിൽ ദാരികാസുരനെ സംഹരിച്ചു. അവൻ്റെ അഹങ്കാരം അവിടെ അവസാനിച്ചു. പക്ഷേ ദാരികാസുരനെ സംഹരിച്ച ശേഷവും ഭദ്രകാളിയുടെ കോപം ശമിച്ചിരുന്നില്ല. അവളുടെ ശക്തി ഇനിയും ജ്വലിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഭക്തർ ആവേശത്തോടെ പാട്ടും നൃത്തവും നടത്തി ദേവിയെ സ്തുതിച്ചു. അതിലൂടെ ദേവിയുടെ കോപം ശാന്തമായി. കേരളത്തിലെ വിശ്വാസമനുസരിച്ച് ദാരികാസുരനെ സംഹരിച്ച ശേഷം ഭദ്രകാളി ഇന്നത്തെ കൊടുങ്ങല്ലൂർ പ്രദേശത്ത് വാസമാക്കി. അവളെയാണ് ഇന്ന് കൊടുങ്ങല്ലൂർ ഭഗവതി എന്ന് ഭക്തർ ആരാധിക്കുന്നത്. ഈ ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും പുരാതന ശക്തിക്ഷേത്രങ്ങളിൽ ഒന്നാണ്. മലയാള മാസം മീനത്തിൽ നടക്കുന്ന വലിയ ഉത്സവമാണ് കൊടുങ്ങല്ലൂർ ഭരണി. ഈ ദിവസം ആയിരക്കണക്കിന് ഭക്തർ ക്ഷേത്രത്തിലേക്ക് എത്തുന്നു. അവരുടെ ഭക്തിയുടെ പരമാവധി പ്രകടമാണ് കാവ് തീണ്ടൽ. കാവ് തീണ്ടൽ സമയത്ത് ഭക്തർ ക്ഷേത്രത്തിൻ്റെ കാവിലേക്ക് പ്രവേശിക്കുന്നു. ആവേശത്തോടെ പാട്ടും നൃത്തവും നടത്തുന്നു. പുരാതന കാലത്ത് ദേവിയുടെ കോപം ശമിപ്പിക്കാൻ നടത്തിയ ആചാരത്തിൻ്റെ ഓർമ്മയായാണ് ഇതിന്നും തുടരുന്നത്. ഇതാണ് കൊടുങ്ങല്ലൂർ ഭരണിയും കാവ് തീണ്ടലും പിന്നിലെ പുരാണ കഥ. ഭദ്രകാളി ദേവിയുടെ ശക്തിയും അനുഗ്രഹവും ഇന്നും ഭക്തരെ കാത്തു സൂക്ഷിക്കുന്നു. അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ. ഇത്തരത്തിലുള്ള ദൈവകഥകൾ നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.